ഇന്ന് പലരെയും വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒരവസ്ഥയാണ് അൾസർ എന്ന് പറയുന്നത്. ചെറുകുടലിനെയും ആമാശയത്തെയും ബാധിക്കുന്ന അൾസറിൻ്റെ ബുദ്ധിമുട്ട് കാരണം ചികിത്സ തേടുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് അൾസർ, എങ്ങനെയൊക്കെയാണ് അൾസർ വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം, അതിന് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കേവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ വായിലൂടെ പ്രവേശിച്ച് അന്നനാളത്തിലൂടെ ആമാശയത്തിലോട്ട് എത്തുകയും അവിടെ പുറപ്പെടുവിക്കുന്ന ശക്തമായ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈലി അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം കാരണം ഈ ആഹാരം ദഹിപ്പിക്കുകയും ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും അത് കടന്നു പോവുകയും നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്തതിനു ശേഷം വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മൾ പുറന്തള്ളുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ആമാശയത്തിൽ പുറപ്പെടുവിക്കുന്ന ഇത്തരത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ അതിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തെ, പ്രത്യേകിച്ച് ആമാശയത്തെയും ചെറുകുടലിനെയും സംരക്ഷിക്കുന്നതിനായി ഒരു ആവരണമുണ്ട്. ഇത്തരത്തിലുള്ള ആവരണത്തെയാണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. ഈ ആവരണത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മ്യൂക്കസും ബൈകാർബണേറ്റുകളും പുറപ്പെടുവിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഇതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക തുടങ്ങിയവ കാരണം ഈ പ്രക്രിയ കൃത്യമായിട്ട് നടക്കാതെ ആ ആമാശയത്തിൻ്റെ വാളുകളിലും ചെറുകുടലിൻ്റെ ഭാഗത്തും മുറിവുകളായിട്ട് വരികയും അൾസറുകളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അൾസറുകളെ രണ്ടായി തരംതിരിക്കാം. ആമാശയത്തിലുള്ള അൾസറും അതുപോലെ തന്നെ ചെറുകുടലിൻ്റെ തുടക്ക ഭാഗത്തുള്ള ഡിയോഡിനൽ, അതിന് ഡിയോഡിനം എന്നാണ് പറയുന്നത്, ഡിയോഡിനൽ അൾസർ എന്നും രണ്ടായി തരംതിരിക്കാം. ഇവയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡിയോഡിനൽ അൾസറുകളാണ്. ഇവയിൽ തന്നെ 20% പാരമ്പര്യമായി വരുന്ന രീതിയിലാണ് ഡിയോഡിനൽ അൾസർ ഉള്ളത്. ഇതിൽ തന്നെ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ കൂടുതലായി ഡിയോഡിനൽ അൾസർ കണ്ടുവരുന്നുണ്ട്. പെപ്റ്റിക് അൾസർ, ആമാശയത്തിലുള്ള അൾസർ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള ഇത്തരത്തിലുള്ള ആവരണത്തിന് ഡിസ്കണ്ടിന്യൂറ്റി വരെയും അവരെ മുറിവ് പോലെ അൾസറുകൾ രൂപപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെ കാരണം കൊണ്ട് ആമാശയത്തിലുള്ള അൾസർ വരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതലായി ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ കാരണം കൂടുതലായി ഇത്തരത്തിൽ അൾസറുകൾ കണ്ടുവരുന്നു. കൂടുതലായിട്ട് NSAIDസും കൂടുതൽ മെഡിക്കേഷൻസും ഉപയോഗിക്കുന്നവരിൽ ഇത്തരത്തിലുള്ള അൾസറുകൾ കണ്ടുവരുന്നു. കീമോതെറാപ്പികളോ റേഡിയേഷൻ തെറാപ്പികളോ വൈറൽ ഇൻഫെക്ഷനോ വരുന്നവരിലും ഇത്തരത്തിലുള്ള അൾസറുകൾ കണ്ടുവരുന്നു. സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു. സ്ട്രെസ് ഇതിനൊരു വലിയൊരു ഫാക്ടറാണ്. ഇത്തരത്തിലുള്ള അൾസറുകൾ വരുന്നതിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള അൾസറിലേക്ക് നയിക്കാം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ ബാധിക്കുമ്പോഴാണ് വരുന്നതിനെന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ഇത്തരത്തിലുള്ള അൾസറുകളുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയകൾ, അവയാണ് ഡിയോഡിനൽ അൾസർ ഉണ്ടാകാനുള്ള 90% സാധ്യത ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഹെലിക്കോബാക്ടറി പൈലോറസ് ബാക്ടീരിയമാണ്. 70 മുതൽ 90% വരെ ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉണ്ടാകാനും ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷനാണ് കാരണം. പെപ്റ്റിക് അൾസർ ഉള്ളവരിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാകുന്ന വേദനകൾ, അവിടെ ഒരു പെരുക്കം പോലെ ഫീൽ ചെയ്യുക, അവിടെ വയറെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പോലെ, ഗ്യാസ് കയറിയിരിക്കുന്നത് പോലുള്ള തോന്നുക, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക, ഛർദ്ദിക്കുക, അതുപോലെ തന്നെ വെയിറ്റ് കുറയുക, രക്തം ഛർദ്ദിക്കുക, ഇവയൊക്കെയാണ് ഇത്തരത്തിലുള്ള പെപ്റ്റിക് അൾസറിൻ്റെ ലക്ഷണങ്ങൾ. വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോസാകുക, ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത കാണിക്കുക, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനുള്ള ബ്ലീഡിങ് കൂടുക, അയൺ ഡെഫിഷ്യൻസി, അനീമിയ പോലുള്ള അവസ്ഥകൾ വരിക. ഇത്തരത്തിലുള്ള കണ്ടീഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും പെപ്റ്റിക് അൾസർ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ചെറുകുടലിൻ്റെ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഡിയോഡിനത്തിൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ബ്രേക്കും അവിടെ അൾസർ പോലെ രൂപപ്പെടുന്ന കണ്ടീഷനാണ് ഡിയോഡിനൽ അൾസറുകൾ. പെപ്റ്റിക് അൾസറിൻ്റെ മറ്റൊരു ഭാവവേഗമാണ് ഡിയോഡിനൽ അൾസർ. നേരത്തെ ആമാശയത്തിലുണ്ടാകുന്ന അൾസറെ പറ്റി പറയുണ്ടായി. ആമാശയത്തിനുള്ളിലെ ലെയറിലുണ്ടാകുന്നത് സ്റ്റൊമക് അൾസർ, ഇത്തരത്തിൽ ഡിയോഡിനത്തിലുണ്ടാകുന്നത് ഡിയോഡിനൽ അൾസർ. ഡിയോഡിനൽ അൾസറുകൾ വരാനുള്ള കാരണത്തെപ്പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയും ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ കാരണം ഡിയോഡിനൽ അൾസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. നമ്മുടെ ഉയർന്നു വരുന്ന ജീവിത രീതികളും നമ്മുടെ സാനിറ്റേഷൻ രീതികളൊക്കെ മാറിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ്റെ സാധ്യത കുറവാണെങ്കിൽ പോലും മെഡിക്കേഷൻ, NSAIDs ഉൾപ്പെടെയുള്ള
കണ്ടീഷൻസ് ഇത്തരത്തിലുള്ള ഡിയോഡിനൽ അൾസർ കൂടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഡിയോഡനത്തിൻ്റെ ലൈനിങ്ങിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വാസ്കുലാർ ഇൻസഫിഷ്യൻസി, പിന്നെ കീമോതെറാപ്പി, തലമുറയായി ഇപ്പോൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ഒരു പുതിയ ജനറേഷനിലോട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഇത്തരത്തിലുള്ള ഡിയോഡിനൽ അൾസർ വരുമ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്നാണ് നോക്കിക്കഴിഞ്ഞാൽ, ഡിയോഡിനൽ അൾസർ കാരണം ബ്ലീഡിങ് വളരെയധികം കൂടുവാനും പെർഫറേഷനും അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പേഷ്യൻസിന് അബ്ഡോമിനൽ പെയിൻ, വയറിൻ്റെ അവിടെയുള്ള വേദന, പെർഫറേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഇത്തരത്തിൽ ഡിയോഡിനൽ അൾസർ ഉള്ളവരിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാനും രക്തം കലർന്ന മലം പോകാനും അനീമിയ വരാനുള്ള സാധ്യതയും ക്ഷീണം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതലായിട്ട് ബ്ലഡ് ഇതുവഴി അൾസറിൽ കൂടെ രക്തം വാർന്നു പോകുന്നതിലൂടെ അനീമിയ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൽ കൂടുതലായിട്ട് വരാനുള്ള കോംപ്ലിക്കേഷൻ ഇത്തരത്തിലുള്ള പെർഫറേഷനാണ്. ഈ ചെറുകുടലിനകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാരണം ലൈനിങ് പോവുകയും അവിടെ പെർഫറേറ്റഡ് ആവും, ആ ലൈനിങ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഡിയോഡിനൽ അൾസർ കൂടുതലായും 20 മുതൽ 45 വയസ്സ് വരെയുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പുരുഷന്മാരിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. സ്മോക്കിംഗ്, കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ എന്താണ്, ഡിയോഡിനൽ അൾസർ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, എന്തൊക്കെയാണ് ഇവ തമ്മിൽ വേർതിരിക്കുന്നത്, ഇത് തമ്മിലുള്ള സിംറ്റംസിൻ്റെ വ്യത്യാസം എന്താണ് എന്നൊരു ചാർട്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണും. നിങ്ങൾ ഈ ചാർട്ട് കൃത്യമായി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കാണുകയും അതിന് ഡയഗ്നോസ് ഏത് തരത്തിലുള്ള അൾസർ ആണെന്നും എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചും ഏത് തരത്തിലുള്ള അൾസറാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത് ഇത്തരത്തിലുള്ള സിംറ്റംസ് വരെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലേക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കുമെന്നുള്ളത് കൊണ്ട് കൃത്യമായി നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഡിയോഡിനൽ അൾസർ കൂടുതലായിട്ടും 30 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. എന്നാൽ ഗ്യാസ്ട്രിക് അൾസർ മിഡിൽ ഏജ് ആയിട്ടുള്ള 50 മുതൽ 60 വയസ്സുള്ളവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഡിയോഡിനൽ അൾസർ കൂടുതലായിട്ട് പുരുഷന്മാരിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. ഡിയോഡിനൽ അൾസർ കൂടുതലായിട്ട് സ്ട്രെസ് ജോബ് ഉള്ളവർ, സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുന്ന ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതലായിട്ടും ഡിയോഡിനൽ അൾസർ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അൾസറിലും സ്ട്രെസ് ഒരു മെയിൻ ഫാക്ടറാണ്. വയറിൻ്റെ മുകൾ വശത്ത്, വയറിൻ്റെ നടുക്ക് വശത്ത് എപ്പിഗ്യാസ്ട്രിക് റീജിയനിലാണ് ഡിയോഡിനൽ അൾസറിൻ്റെ വേദന കണ്ടുവരുന്നത്. എന്നാൽ ഗ്യാസ്ട്രിക് അൾസറിന് എപ്പിഗ്യാസ്ട്രിക് റീജിയനെ കുറച്ച് മുകൾ വശത്തായിട്ട് ഒരു റേഡിയേറ്റിംഗ് പെയിൻ, ബാക്കിലോട്ട് നടുവിലോട്ട് ഒരു റേഡിയേറ്റ് പോകുന്ന ഒരു വേദന പോലെ ഗ്യാസ്ട്രിക് അൾസർ തോന്നിയേക്കാം. ഗ്യാസ്ട്രിക് അൾസറിൻ്റെ വേദന തുടങ്ങുന്നത് നമ്മൾ ആഹാരം കഴിച്ച ഉടൻ തന്നെ നമുക്ക് വേദന അനുഭവപ്പെടുന്ന തരത്തിലുള്ള അൾസറാണ് ഗ്യാസ്ട്രിക് അൾസർ. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരം കഴിക്കുക, മീൽസൊക്കെ കഴിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഒരു വേദന അനുഭവപ്പെടുക, ആ അൾസറുകളിൽ തട്ടി നമുക്ക് കൃത്യമായി വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നാൽ ഡിയോഡിനൽ അൾസറിൻ്റെ വേദന തോന്നിക്കുന്നത് ആഹാരം കഴിച്ച് 2-3 മണിക്കൂറിന് ശേഷം, അതുപോലെ തന്നെ ആ ഡിയോഡിനത്തിന് അവിടെ ആഹാരമില്ലാതിരിക്കുന്ന കണ്ടീഷനിലാണ് കൂടുതലായിട്ടും വേദന അനുഭവപ്പെടാറുള്ളത്. നമ്മുടെ രാത്രികാലങ്ങളിലൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങിയതിന് ശേഷം അർദ്ധരാത്രികളിലൊക്കെ അനുഭവപ്പെടുന്ന വേദന ഡിയോഡിനൽ അൾസറിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വിശപ്പ് കൂടുന്ന സമയത്ത് വേദന കൂടുന്നത് ഡിയോഡിനൽ അൾസറിൻ്റെ ഒരു ലക്ഷണമാണ്. ആഹാരം നമ്മുടെ വയറ്റിനുള്ളിൽ ഇല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ വേദന കൂടുന്ന തരത്തിലുള്ള അൾസറാണ് ഡിയോഡിനൽ അൾസർ. എന്നാൽ കഴിച്ചാൽ ഉടൻ തന്നെ വേദന കൂടുന്നതും കഴിച്ചാൽ ഉടൻ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന വേദന കൃത്യമായി ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ലക്ഷണമാണ്. ഗ്യാസ്ട്രിക് അൾസറിൽ കൂടുതലായിട്ട് രക്തം കലർന്ന ഛർദിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് അൾസറിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ ഡിയോഡിനൽ അൾസറിൽ വോമിറ്റിംഗ് കാണാറില്ല. എന്നാൽ രക്തം കലർന്ന മലം കൂടുതലായി ഡിയോഡിനൽ അൾസറിൽ കണ്ടുവരുന്നു. ഗ്യാസ്ട്രിക് അൾസറിൽ വെയിറ്റ് കുറയുന്നത് കാണാം. കാരണം ആഹാരം കഴിക്കുമ്പോഴാണ് ഗ്യാസ്ട്രിക് അൾസർ കൂടുതലായിട്ട് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് കൂടുതലായിട്ടും ആഹാരം കഴിക്കാതിരിക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ വെയിറ്റ് ലോസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ ഡിയോഡിനൽ അൾസറിൽ ആഹാരം കഴിക്കുന്ന സമയത്താണ് വേദന ശമിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റിന് കൂടുതൽ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള സിംറ്റംസ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് സിംറ്റംസ് വഴി നമുക്ക് കൃത്യമായത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ പ്രസൻസ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. ഒരു എൻഡോസ്കോപ്പി എക്സാമിനേഷൻ
നടത്തുന്നതിലൂടെ കൃത്യമായിട്ട് നമുക്ക് പെപ്റ്റിക് അൾസറിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ഇമേജിംഗ് ടെസ്റ്റായ CT സ്കാൻ, എക്സ്റേ എക്സാമിനേഷൻ, യൂറിയ ബ്രത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൂൾ ടെസ്റ്റ് നടത്താം. ഇവയൊക്കെ വഴി അൾസർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പർ എൻഡോസ്കോപ്പി ടെസ്റ്റ്, ബയോപ്സി ടെസ്റ്റ്, സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ ഉള്ള അൾസർ ഉള്ള സ്ഥലത്ത് ബയോപ്സി എടുത്ത് എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം ഒരു ബയോപ്സി എടുത്ത് ഹെലിക്കോബാക്ടർ പൈലോറി ടെസ്റ്റ് നടത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി നമ്മൾ ഈ പെപ്റ്റിക് അൾസറിനെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ അഫക്റ്റ് ചെയ്തേക്കാം. പെർഫറേഷൻ, സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ് ഒക്കെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കാരണം ഒരു ഹോളായി ഡെവലപ്പ് ചെയ്യും. അതുവഴി ഇത്തരത്തിലുള്ള പെർഫറേഷൻ മറ്റ് അബ്ഡോമിനൽ പെയിനിലോട്ടും ഈ അൾസർ മറ്റ് ഓർഗൻസിലോട്ടും ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇത്തരത്തിലുള്ള ബ്ലീഡിങ് അൾസേഴ്സ് കാരണം ബ്ലഡ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആവുകയും അടിയന്തരമായി ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ സിവിയറായിട്ട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് വരികയാണെങ്കിൽ തലകറക്കം, ക്ഷീണം തുടങ്ങിയ സിംറ്റംസും കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്കാർ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നതിനും തടസ്സം നേരിടുന്ന ഒരു നമ്മുടെ GI ട്രാക്റ്റിലൂടെ ആഹാരം പാസ് ചെയ്യുന്ന സമയത്ത് ആഹാരം താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കാർ ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വൊമിറ്റിങ്ങും വെയിറ്റ് ലോസും തുടങ്ങിയ സിംറ്റംസും പ്രകടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അർജൻറ്റായിട്ട് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് നേടേണ്ട അത്യാവശ്യമാണ്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തും. അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ വരുമ്പോൾ പെട്ടെന്നുള്ള വയറുവേദന, തലകറക്കം, ഭയങ്കരമായിട്ടുള്ള വേർക്കുക, കൺഫ്യൂഷൻ, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, സ്റ്റൂളിലൂടെ ബ്ലഡ് വരിക, വയറിൽ തൊടുമ്പോൾ തന്നെ വേദന എടുക്കുക, എന്തെങ്കിലും തരത്തിലുള്ള അനക്കങ്ങൾ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുക, ഇത്തരത്തിലുള്ള സിംറ്റംസ് വരുമ്പോൾ അടിയന്തരമായി ഈ കോംപ്ലിക്കേഷൻസ് ആണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള പെപ്റ്റിക് അൾസർ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ മാനേജ് ചെയ്യാമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഇത്തരത്തിലുള്ള അൾസറിലോട്ടും കാര്യങ്ങളിലോട്ട് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും സ്ട്രെസ്സ് കാരണമാണ് ഇത്തരത്തിലുള്ള അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായും നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മൾ വർക്കിൻ്റെ സമയത്ത്, സ്റ്റഡീസിൻ്റെ സമയത്തോ മറ്റു തരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്ട്രെസ്സ് കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ തന്നെ പലരും കൺഫ്യൂഷൻ അടിച്ച് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് നമ്മളെ ഫിസിക്കലായി നമ്മളെ ബോഡിയെ ബാധിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഡെയിലി സിവിയറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നവരിൽ ഇത്തരത്തിലുള്ള അൾസേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലായിട്ടും പെയിൻ കില്ലേഴ്സും മെഡിക്കേഷൻ എടുക്കുന്നവരിൽ ഇത്തരത്തിലുള്ള അൾസേഴ്സ് കാണപ്പെടുന്നു, അതും കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഹെലിക്കോബാക്ടർ പൈലോറി പോലുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നല്ലതുപോലെ കൈ സോപ്പിട്ടും അതുപോലെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ഒഴിവാക്കുക, ടൊബാക്കോ ച്യൂയിങ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അൾസർ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള അൾസറിൻ്റെ സിംറ്റംസും അൾസർ വരുന്നു എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോഫി, ചോക്ലേറ്റ്, സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ആൽക്കഹോൾ, അസിഡിക് ആയിട്ടുള്ള ഫുഡ്, സിട്രസ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച്, ലെമൺ തുടങ്ങിയ ഫ്രൂട്ട് ഐറ്റംസ്, ടൊമാറ്റോസ്, കഫീൻ തുടങ്ങിയവ പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള അൾസർ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കുവാനും ഇതിടയാകാറുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ അമിതമായി ആഹാരം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുക ശീലങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത്തരത്തിൽ ആസിഡ് റിഫ്ലക്സ് കൂടുതലായിട്ട് വരുവാനും ഇത്തരത്തിലുള്ള അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യാനും ഇടയാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അൾസറിൻ്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ കൃത്യമായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആദ്യമേ തന്നെ സിംറ്റംസ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം കൃത്യമായി ഒരു ഡയഗ്നോസിലെത്തുക. ഏത് തരത്തിലുള്ള അൾസറാണ് എന്ന് നമ്മൾ കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അതെടുക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ ഈ മെഡിസിനൽ മാനേജ്മെൻറ്റ് അല്ലാതെയുള്ള മാനേജ്മെൻറ്റുകൾ കൃത്യമായി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് കൃത്യമായുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള മാനേജ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോയതാൽ കൃത്യമായി നമുക്ക് ഈ ഗ്യാസ്ട്രിക് അൾസർ, ഡിയോഡിൻ അൾസറിനെ പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായി മെഡിസിൻ എടുക്കുന്നതിലൂടെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റും കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള അൾസേഴ്സിന് അവൈലബിൾ ആണ്. കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ
പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഈ ഒരു അൾസർ അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഈവൻ ക്യാൻസറിലോട്ട് വരെ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റിലൂടെയും ഡയഗ്നോസിലൂടെയും കൃത്യമായുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തന്നെ എടുക്കുക. ഹോമിയോപ്പതിയിൽ മികച്ച ചികിത്സ ഇതിന് ലഭ്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടേഷനും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവരുണ്ടെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് അറിയുവാനോ ഡിസ്കസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഇതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. മെഡിസിൻസ് വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ അത് കൃത്യമായി നിങ്ങളുടെ വീട്ടിലേക്ക് മെഡിസിൻ എത്തിക്കുന്നതാണ്. അങ്ങനെ കൃത്യമായി തന്നെ തുടക്കത്തിൽ തന്നെ ഇത് മാനേജ് ചെയ്ത് പോവുക. കൃത്യമായി ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ പൂർണ്ണമായി മാറ്റാനായിട്ട് സാധിക്കും. എന്താണ് അൾസർ? ആമാശയത്തിനെയും അതുപോലെ ചെറുകുടലിനെയും ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയുള്ളവരിൽ അസുഖം വരുന്നു, എങ്ങനെയൊക്കെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം എന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനിയും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.